ലോ അക്കാദമി പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർക്ക് പരീക്ഷാ ജോലികളിൽ 5 വർഷത്തെ വിലക്ക്. പ്രിൻസിപ്പാളിനെതിരായ നടപടി തീരുമാനം സർക്കാരിന് വിടണമെന്ന CPM പ്രമേയത്തിന് അംഗീകാരം. നടപടി ശുപാർശ ചെയ്യണമെന്ന ഒരു വിഭാഗം അംഗങ്ങളുടെ ആവശ്യം സിൻഡിക്കേറ്റ് വോട്ടിനിട്ട് തള്ളി. വിവാദത്തിൽ ഭൂമി പ്രശ്നം ഉൾപ്പെടുന്നില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അക്കാദമിയും ഭൂമിയും സർക്കാർ ഏറ്റെടുക്കണമെന്ന് VM സുധീരൻ. വിദ്യാർത്ഥി സമരം തുടരുന്നു. വിദ്യാർത്ഥി പീഡന പരാതിയിൽ ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് സർക്കാരിനോടും കോളേജ് മാനേജ്മെന്റിനോടും ശുപാർശ ചെയ്തു. ലക്ഷ്മി നായർക്ക് പരീക്ഷാ ചുമതലകളിൽ നിന്ന് 5 വർഷം വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രിൻസിപ്പാലിനെ മാറ്റാൻ ശുപാർശ ചെയ്യാത്ത സിൻഡിക്കേറ്റ് നിലപാട് വഞ്ചനയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അക്കാദമി ഭൂമി സമരത്തിന്റെ ആവശ്യമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവിച്ചു. എന്നാൽ സമര ആവശ്യങ്ങളെ തമസ്കരിക്കാൻ CPM രാഷ്ട്രീയം കളിക്കുകയാണെന്ന് VM സുധീരൻ തിരിച്ചടിച്ചു. വൈസ് ചാൻസലറോട് വിശദീകരണം തേടിക്കൊണ്ട് ഗവർണറും പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. ലോ അക്കാദമി സമരത്തിലെ നിർണായക ദിനമായിരുന്നു ഇന്ന്. അറ്റൻഡൻസും ഇന്റേണൽ മാർക്കും പീഡനോപാധിയായി പ്രിൻസിപ്പൽ ഉപയോഗിക്കുന്നു. സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ക്യാമറ സ്ഥാപിച്ചു. വംശീയവും അശ്ലീലവുമായ അധിക്ഷേപം നടത്തി. സ്വജനപക്ഷപാതവും ദുർഭരണം നടത്തി തുടങ്ങി വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ ശരിവയ്ക്കുന്ന റിപ്പോർട്ട് ഉപസമിതി സിൻഡിക്കേറ്റിന് സമർപ്പിച്ചു. റിപ്പോർട്ടിന് സിൻഡിക്കേറ്റ് അംഗീകാരവും നൽകി. എന്നാൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടിയെ ചൊല്ലി സിൻഡിക്കേറ്റിൽ രൂക്ഷമായ തർക്കത്തിൽ സിൻഡിക്കേറ്റ് തീരുമാനം വൈകുന്നതിനിടെയാണ് ഉച്ചയോടെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമരപ്പന്തലിലെത്തിയത്. സമരത്തിൽ രാഷ്ട്രീയം കലർത്താനുള്ള ശ്രമം ശരിയല്ലെന്നും അക്കാദമിയുടെ ഭൂമി സമരത്തിന്റെ ആവശ്യമായിരുന്നില്ലെന്നും കോടിയേരി. ഈ ഭൂമി ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ട് ഒരുപാട് കൊല്ലമായില്ലേ, 50 വർഷമായില്ലേ, അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴെങ്ങനെയാണ് വന്നത്? സമരാവശ്യങ്ങളെ തമസ്കരിക്കാനുള്ള ശ്രമമാണ് CPMന്റേതെന്ന് സുധീരന്റെ തിരിച്ചടി. ഈ സമരത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളെ തമസ്കരിക്കാൻ ആര് ശ്രമിച്ചാലും അതാണ് രാഷ്ട്രീയ താല്പര്യം. ഇതിനിടെ ഉപസമിതിയിലെ CPM അംഗം A റഹീം റിപ്പോർട്ട് അട്ടിമറിച്ചെന്ന് AIYFന്റെ ആരോപണം. പുതിയ സമരത്തിനും AIYF തുടക്കമിട്ടു. ലോ അക്കാദമി വിഷയത്തിൽ ഗവർണറുടെ ഇടപെടൽ പിന്നാലെ. വൈസ് ചാൻസലറോട് വിശദീകരണം തേടിയ ഗവർണർ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിവേദനം മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. ഫോക്കസ് വീണ്ടും സിൻഡിക്കേറ്റിലേക്ക്. പ്രിൻസിപ്പലിനെ മാറ്റാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്ന് കോൺഗ്രസ് CPI അംഗങ്ങൾ. ഉചിതമായ നടപടിയെടുക്കാൻ സർക്കാരിനോടും മാനേജ്മെന്റിനോടും ആവശ്യപ്പെട്ടാൽ മതിയെന്ന് CPM അംഗങ്ങളും. ഒടുവിൽ CPM പ്രമേയം 6-നെതിരെ 9 വോട്ടുകൾക്ക് പാസായി. ലോ അക്കാദമി ലോ കോളേജിലെ പ്രിൻസിപ്പലിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം പ്രതിഷേധാർഹമാണ്, ഖേദകരമാണ്. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വഞ്ചിക്കലാണ്. പ്രിൻസിപ്പാളിനെ മാറ്റാനും എന്നുള്ളൊരു വാചകം എഴുതി ചേർക്കണമെന്നാണ് സിൻഡിക്കേറ്റിലെ ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങൾ ഒരു വിഭാഗം അംഗങ്ങൾ ഉന്നയിച്ചത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ അത് നിയമപരമായി നിൽക്കുമോ? ലക്ഷ്മി നായരെ പരീക്ഷാ നടത്തിപ്പ്, മൂല്യനിർണ്ണയം, ഇന്റേണൽ മാർക്കുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നിന്ന് 5 കൊല്ലത്തേക്ക് വിലക്കും ഏർപ്പെടുത്തി. ലക്ഷ്മി നായരുടെ ഭാവി മരുമകൾ അനുരാധ P നായർ അവിഹിതമായി ഹാജരും ഇന്റേണൽ മാർക്കും സ്വന്തമാക്കിയെന്ന ആരോപണം പരീക്ഷാ കമ്മിറ്റി പരിശോധിക്കും. ഹോസ്റ്റലിൽ സ്ഥാപിച്ച ക്യാമറകൾ ഒരാഴ്ചയ്ക്കകം മാറ്റാൻ കോളേജ് അധികൃതരോട് നിർദ്ദേശിച്ചു. എന്നാൽ അഫിലിയേഷൻ റദ്ദാക്കുക, കോളേജ് ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങളിൽ സിൻഡിക്കേറ്റ് മൗനം പാലിക്കുകയാണ്. പന്ത് ഇനി സർക്കാരിന്റെയും ലോ അക്കാദമി മാനേജ്മെന്റിന്റെയും കോർട്ടിലാണ്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നതുപോലെ പ്രിൻസിപ്പലിനെ പുറത്താക്കുന്ന നടപടി ഉണ്ടായില്ലെങ്കിൽ ലോ അക്കാദമിയിൽ സമരം വീണ്ടും ശക്തമാകും. ജെ മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം. ഈ വിഷയം ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ എഡിഷനിൽ ഇന്ന് അതിഥികളായിട്ടുള്ളത് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ MV ജയരാജൻ തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. കോൺഗ്രസ് MLA ശ്രീ KS ശബരിനാഥൻ തിരുവനന്തപുരത്ത് നിന്ന്, കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ M ജീവൻലാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തത്സമയം ഉണ്ടാകും തിരുവനന്തപുരത്ത്. ABVPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം V മനുപ്രസാദും തിരുവനന്തപുരത്ത്. കേരള സർവകലാശാലയുടെ റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാർ മുൻ സിൻഡിക്കേറ്റ് അംഗം കൂടിയായ RS ശശികുമാർ ടെലിഫോണിലൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ MV ജയരാജൻ, ലോ അക്കാദമിയിലെ പ്രിൻസിപ്പാൾ ലക്ഷ്മി നായരെ മാറ്റണം എന്ന ആവശ്യവുമായി വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരം 19ാം ദിവസമായി ഇന്നും തുടരുകയാണ്. ലോ അക്കാദമി വിഷയത്തിൽ എന്താണ് CPM നിലപാട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് സമരപ്പന്തലിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എത്തി വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണ അറിയിച്ചെങ്കിലും ലോ അക്കാദമിയിലെ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നത്തെക്കാൾ ഗൗരവമായി സർക്കാരിന് മുന്നിലുള്ള
സർക്കാർ ഭൂമി കയ്യേറിയാണ് ലോ അക്കാദമിയുടെ നടത്തിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാട് പ്രശ്നത്തിൽ ഒരു നിലപാട് അറിയിക്കാൻ CPM വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? 50 വർഷം പഴക്കമുള്ളൊരു പ്രശ്നത്തെ ഇപ്പോൾ കുത്തിപ്പൊക്കുന്നത് എന്തിനാണ് എന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? വിദ്യാർത്ഥി സമരം തികച്ചും ന്യായമാണ്. പ്രിൻസിപ്പൽ ക്രമവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളത് സിൻഡിക്കേറ്റ് നിയോഗിച്ച അന്വേഷണ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. 150ഓളം പരാതികളാണ് ഉയർന്നു വന്നത്. ഇരുഭാഗത്തെയും സിൻഡിക്കേറ്റിൻ്റെ അന്വേഷണ കമ്മിറ്റി കേട്ടു. ഒടുവിൽ സിൻഡിക്കേറ്റ് അന്വേഷണ കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ള നിഗമനങ്ങളാണ്: പ്രിൻസിപ്പൽ ക്രമവിരുദ്ധമായി പ്രവർത്തിച്ചു, ഇഷ്ടക്കാർക്ക് ഇൻറ്റേർണൽ മാർക്ക് ഇഷ്ടം പോലെ കൊടുത്തു, അനിഷ്ടക്കാർക്ക് ഇൻറ്റേർണൽ മാർക്ക് നൽകിയില്ല, തോൽപ്പിച്ചു, വിദ്യാർത്ഥിനികളുള്ള ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനികളുടെ സ്വകാര്യത പരിശോധിക്കും വിധത്തിൽ ക്യാമറ സ്ഥാപിച്ചു തുടങ്ങി ഒരു പ്രിൻസിപ്പളിൽ നിന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സമൂഹം പ്രതീക്ഷിക്കുന്ന നടപടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ലോ അക്കാഡമി ലോ കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് തികച്ചും തെറ്റായ നടപടിയാണ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് ഒരു തീരുമാനമെടുത്തു. സിൻഡിക്കേറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന തീരുമാനം, ഡിബാർ ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടി. അതോടൊപ്പം കോളേജിൽ സ്വകാര്യത വിദ്യാർത്ഥികളുടേത് നഷ്ടപ്പെടുത്തും വിധത്തിലുള്ള ക്യാമറ 5 ദിവസത്തിനകം എടുത്തു കളയണം. കുട്ടികൾ ഉന്നയിച്ച മറ്റു പരാതികൾ പരിഹരിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു. ഇതുപോലെയുള്ള നടപടികൾ അവിടെ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു എങ്കിലും സിൻഡിക്കേറ്റ് മറ്റൊരു കാര്യം കൂടി ചെയ്തു. അവർക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അതോടൊപ്പം മാനേജ്മെൻറ്റിനും ആ റിപ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു. ഇവിടെ ഗവൺമെൻറ് നേരത്തെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കി: സിൻഡിക്കേറ്റ് ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥി സമരം തികച്ചും ന്യായമാണ്. സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് സിൻഡിക്കേറ്റ് അംഗീകരിച്ച് ഗവൺമെൻറ്റിലേക്ക് അയച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഉചിതമായിട്ടുള്ള നിയമപരമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് കഴിയുന്ന വിധത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ MP ജയരാജൻ, താങ്കൾ ഇതുവരെ പറഞ്ഞത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥി സമരത്തിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചും ഇതുവരെ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുമാണ്. താങ്കൾ പറഞ്ഞത് ആ അർത്ഥത്തിൽ പൂർണ്ണമായി ശരി. ഉപസമിതി അന്വേഷിച്ചു, കാര്യങ്ങൾ കണ്ടെത്തി, സിൻഡിക്കേറ്റ് അത് പൂർണ്ണമായി അംഗീകരിച്ചു, പ്രമേയം പാസ്സാക്കപ്പെട്ടു, ഉചിതമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി സർക്കാരിന് നൽകി. എല്ലാം ശരി. എൻ്റെ ചോദ്യം അതായിരുന്നില്ല. ഇതൊരു ഭൂമി ഇടപാടിലെ ക്രമക്കേട് എന്ന വിഷയം CPM എങ്ങനെ കൈകാര്യം ചെയ്യും? അത് 50 വർഷം പഴക്കമുള്ള ഒരു വിഷയമല്ല, അതെന്തിനാണ് ഇപ്പോൾ കുത്തിപ്പൊക്കുന്നത് എന്ന ന്യായം നിലനിൽക്കുമോ? അല്ല, ഭൂമി 50 വർഷം മുമ്പ് തട്ടിയെടുത്തതാണെങ്കിൽ, ആ ഭൂമി M.M. ഗോവിന്ദൻ നായർ പതിച്ചു കൊടുത്തതാണെങ്കിൽ, ഇത് രണ്ടും സംബന്ധിച്ച തർക്കപ്രശ്നം സ്വാഭാവികമായും നിയമ സംവിധാനത്തിൻ്റെ മുമ്പാകെ ഉന്നയിക്കാനും പരിശോധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാനും കഴിയും. സർക്കാരിൽ പരാതി കൊടുക്കാം, മറ്റ് അധികൃതർക്ക് പരാതി കൊടുക്കാം. ഒരു ഭാഗം M.M. ഗോവിന്ദൻ നായർ പതിച്ചു കൊടുത്തതാണെന്ന് പറയുന്നു. മറ്റൊരു കൂട്ടർ ഇപ്പോൾ ഈ വിദ്യാർത്ഥി സമരത്തിൽ ഉന്നയിക്കപ്പെടാത്ത ഒരു പ്രശ്നം രാഷ്ട്രീയമായി ഈ വിദ്യാർത്ഥി സമരത്തെ ഹൈജാക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉന്നയിക്കുന്നു. അതുകൊണ്ട് ഈ സമരത്തിന് ആധാരമായ പ്രശ്നം പരിഹരിക്കട്ടെ ആദ്യം. ഇനി ഭൂമി തട്ടിയെടുത്തതാണ് 50 കൊല്ലം മുമ്പെങ്കിൽ, അന്ന് ആരാണോ ഭൂമി ഈ അർഹതപ്പെടാതെ തട്ടിയെടുക്കാൻ കൂട്ടുനിന്നത് അതെല്ലാം അന്വേഷണ വിധേയമായിക്കോട്ടെ. താങ്കൾ പറഞ്ഞത് ശരി. താങ്കൾ പറയുന്നത് സർക്കാർ ഒരു പരാതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നാണോ? അതല്ലാതെ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സർക്കാർ ഭൂമി പാട്ടത്തിന് കൊടുത്ത ശേഷം ആ ഭൂമിയുടെയും ആ ഭൂമിയിൽ ഇപ്പോൾ നിൽക്കുന്ന ലോ അക്കാദമിയുടെ നടത്തിപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ, അതിൻ്റെ ഉടമസ്ഥാവകാശം ഇപ്പോൾ ആര് കൈയാളിയിരിക്കുന്നു, അതിൻ്റെ നിയമപരമായ സാധുത എന്താണ്, അത് സർക്കാർ ഭൂമിയിന്മേലുള്ള കയ്യേറ്റമായി കണക്കാക്കപ്പെടേണ്ടതാണോ എന്ന കാര്യങ്ങളിൽ സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടാൻ പാകത്തിലുള്ള തരത്തിലേക്ക് ഈ വിവാദം മാറിക്കഴിഞ്ഞില്ലേ?
അല്ല, ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രശ്നം പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന പ്രശ്നമാണ്. ഇഷ്ടക്കാർക്ക് ഇൻറ്റേർണൽ മാർക്ക് വാരിക്കോരി കൊടുക്കുന്നു. അത് ഒരു പേര് തന്നെ വന്നു, അരുന്ധതി. അതാണെങ്കിൽ പ്രിൻസിപ്പളുടെ ബന്ധുവാകാൻ പോകുന്നയാളാണ് എന്ന പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ തന്നെ സിൻഡിക്കേറ്റ് അവരുടെ അധികാരത്തിൽ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കുക. നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ച ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യം 50 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ അവിടുത്തെ ലോ അക്കാഡമി, ലോ കോളേജ് പൂട്ടേണ്ടി വരുമോ? ഈ ഭൂമി അന്ന് കൊടുത്തത് ശരിയാണോ? തുടങ്ങിയ നിയമപ്രശ്നങ്ങൾ ഒരു അന്വേഷണ സംവിധാനത്തിൻ്റെ മുമ്പാകെ വന്നാലല്ലേ നമുക്ക് കണ്ടെത്താൻ കഴിയുക. ഇനി അന്ന് ഭൂമി കൊടുത്തത് തെറ്റാണ്, എം ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിൽ അന്ന് പതിച്ചു കൊടുത്തത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന് കണ്ടെത്തിയാൽ അതിന്മേൽ നടപടി സ്വീകരിക്കും. അതിലാർക്കാ സംശയം? അപ്പോൾ ലോ അക്കാഡമി, ലോ കോളേജ് അടച്ചുപൂട്ടേണ്ടി വരും. അപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികളെ മറ്റൊരു കോളേജിൽ ചേർക്കേണ്ടി വരും. തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഒരു നിയമ സംവിധാനത്തിന്റെ മുമ്പാകെ വന്നാലല്ലേ അവർക്ക് നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അതല്ലേ ശരിയും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ എസ് ശബരിനാഥൻ, 19ാം ദിവസവും വിദ്യാർത്ഥികളുടെ സമരം തുടരുകയാണ്. അവരുടെ ഒരൊറ്റ ആവശ്യം പ്രിൻസിപ്പാൾ പദവിയിൽ നിന്ന്, സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റണം എന്നതാണ്. അക്കാര്യം ശുപാർശ ചെയ്തിട്ടില്ല പ്രമേയത്തിൽ. ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് CPM-ലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം അങ്ങനെ ഒരു ആവശ്യം കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ CPM അംഗങ്ങൾ പറഞ്ഞത് അത് നിയമപരമായി നിലനിൽക്കാത്തതാണ്, അതുകൊണ്ട് അത് ഉൾപ്പെടുത്തുന്നതിൽ കാര്യമില്ല എന്നാണ്. ലക്ഷ്മി നായരെ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ കോൺഗ്രസിനകത്തൊരു അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ ഐക്യമില്ലേ? ഒന്നാമതായി. രണ്ടാമത് ശ്രീ MB ജയരാജൻ പറഞ്ഞു, ഭൂമി പ്രശ്നം അത് ശരിയായ അന്വേഷണ സംവിധാനങ്ങളിലൂടെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഗോവിന്ദൻ നായർ പതിച്ചു നൽകിയ ഭൂമിയാണ്, അതുകൊണ്ട് അതിൽ ക്രമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാകട്ടെ, അപ്പോൾ നടപടിയെടുക്കാമെന്ന്. കാതലായ പ്രശ്നത്തെ സത്യസന്ധതയോടെ സമീപിക്കുന്ന ഒരു നിലപാടാണോ ഇത്? താങ്കൾ എങ്ങനെ കാണുന്നു? ആദ്യമായി ഈ കഴിഞ്ഞ 19 ദിവസമായിട്ട് നടക്കുന്ന ഈ സമരത്തിൽ മൗലികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഒന്ന്, വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത് അവിടെ ഇന്റേണൽ മാർക്കുമായി, പരീക്ഷാ നടത്തിപ്പുമായി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. 2, കുട്ടികളുടെ സ്വകാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നുള്ള മറ്റ് പ്രശ്നങ്ങൾ. മൂന്നാമത്, ഇതിനൊക്കെ കാരണമായിട്ടുള്ള പ്രിൻസിപ്പൽ രാജിവെക്കുക എന്നുള്ള ഒരു അടിസ്ഥാന തത്വമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നാലാമത്, ഈ സമരം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ കൂടുതൽ പൊതുശ്രദ്ധ അതിലേക്ക് വന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ലോ അക്കാഡമി, ലോ കോളേജിന്റെ സ്ഥലവും അതും സംബന്ധിച്ചുമായിട്ടുള്ള മറ്റു ദുരൂഹതകൾ എന്ന് ഞാൻ പറയാം. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഒരുപക്ഷെ സിൻഡിക്കേറ്റ് എടുത്ത മീറ്റിംഗിലും അവർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിലും ആദ്യത്തെ 2 വിഷയങ്ങളിൽ മാത്രം ആസ്പദമാക്കിയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ വലിയ വിദ്യാർത്ഥി സമൂഹവും രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും മാധ്യമങ്ങളും ഒക്കെ ഒരുപക്ഷെ ഇന്നത്തെ സിൻഡിക്കേറ്റിന്റെ തീരുമാനം ശരിയായ ദിശയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ സർക്കാരിനെ സഹായിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തായാലും വൈകുന്നേരം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പത്രവാർത്ത മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഇതൊരു പക്ഷേ ഒരു സ്ക്രിപ്റ്റഡ് ആണോ, ഒരുപക്ഷെ നേരത്തെ എഴുതിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണോ ഭരണപക്ഷം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള സംശയമുണ്ട്. ആദ്യം താങ്കൾ ചോദിച്ച ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കകത്തും UDF-നകത്തും ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എന്നാണ് അത് ചോദിച്ചത്. തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മറ്റു പാർട്ടി നേതാക്കളുമൊക്കെ പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് ലോ അക്കാഡമിയിൽ DCCയുടെ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ 4 ദിവസമായിട്ട് കോൺഗ്രസ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് KPC പ്രസിഡന്റ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ ലക്ഷ്മി നായരെ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കാതിരുന്നത്? അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ ഒരാളാണ് ആ തീരുമാനത്തിൽ പങ്കെടുക്കാതെ വെളിയിൽ പോയിട്ടുള്ളത്. ബാക്കി കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികളും മറ്റ് ഘടകകക്ഷി പ്രതിനിധികളും ഒക്കെ ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ആളുകളാണ്, കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയും അതിനോടൊപ്പം ലീഗിന്റെ ഒരു പ്രതിനിധിയുമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ലീഗ് പറഞ്ഞതും അങ്ങനെ ഒരു തീരുമാനം, മുസ്ലിം ലീഗ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഞാൻ പത്രമാധ്യമങ്ങളിൽ കാണുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ന് നമ്മുടെ KPCCയുടെ നിർവാഹക സമിതി യോഗത്തിനകത്തും നമ്മൾ പറഞ്ഞ
കാര്യങ്ങൾ തന്നെ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിച്ച ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രശ്നം, എനിക്കിതിൽ ഏറ്റവും വലിയൊരു വിഷമമുള്ളത് ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പേരൂക്കടയിൽ ലോ അക്കാഡമിയിൽ വന്നപ്പോൾ ഒരുപക്ഷെ ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ തീരെ കുറച്ചുകൊണ്ട് ഈ സ്ഥലം സംബന്ധിച്ച പ്രശ്നങ്ങൾ അത് കുട്ടികൾ പറയേണ്ട ആവശ്യമില്ല, അങ്ങനൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ആദ്യമേ തന്നെ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ നേരത്തെ ശ്രീ എം വി ജയരാജൻ സാർ പറഞ്ഞതുപോലെ പാർട്ടിക്കെതിരെ ശക്തമായ തീരുമാനമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാർ പറയേണ്ടിയിരുന്നത് അത് മറ്റൊരു തീരുമാനം അല്ലെങ്കിൽ മറ്റൊരു സമിതിയെ വെച്ച് സർക്കാർ പഠിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞത് വിദ്യാർത്ഥി വിഷയം മാത്രമാണ്, ഇതൊരു വിദ്യാർത്ഥി സമരമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ വിദ്യാർത്ഥി സമരത്തിൽ മറ്റു കാര്യങ്ങൾ ഇടപെടുത്തേണ്ട ആവശ്യമില്ല എന്നൊരു ധ്വനി അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപക്ഷെ സ്ക്രിപ്റ്റഡ് ആയിട്ട് മുൻകൂട്ടി എഴുതിയൊരു തിരക്കഥ പോലെ തന്നെ 5 വർഷം ശ്രീമതി ലക്ഷ്മി നായരെ മാറ്റിവെക്കുന്നു. അതിനുശേഷം കാര്യങ്ങൾ ആ ഒരു ഒത്തുതീർപ്പ് ഫോർമിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു ദിശയിലേക്കാണ് ഇത് CPM പാർട്ടിയും കൊണ്ടുപോകുന്നത്. ഞാൻ വരാം. കേരള സർവകലാശാലയിലെ റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാർ മുൻ സിൻഡിക്കേറ്റ് അംഗം RS ശശികുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശശികുമാർ, ലോ അക്കാദമി പ്രിൻസിപ്പാൾ ലക്ഷ്മി നായരെ പരീക്ഷാ നടത്തിപ്പിൽ നിന്ന് 5 വർഷം ഡീബാർ ചെയ്തതുകൊണ്ട് അവസാനിക്കുന്നതാണോ ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദങ്ങൾ? കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമരമാണിത്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി അസന്നിഗ്ധമായി പറഞ്ഞു നമ്മുടെ അൺഎയ്ഡഡ് കോളേജുകളെ കടിഞ്ഞാടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന്. അതേപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ശക്തമായ നടപടികൾ അൺഎയ്ഡഡ് കോളേജിൽ ഉണ്ടാകണമെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇതാക്കാണ് എന്ന് ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മൂക്കിന് താഴെയുള്ള ലോ അക്കാദമിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി ദ്രോഹ നടപടികൾക്കെതിരെ ഒരു റിപ്പോർട്ട് യുനാനിമസ് ആയി സിൻഡിക്കേറ്റ് അംഗീകരിച്ചിട്ടും അതിന്റെ മേൽ നടപടിയെടുക്കുവാൻ സിൻഡിക്കേറ്റിലെ LDF അംഗങ്ങൾ അറച്ചു നിൽക്കുന്നത് വളരെ ദുരൂഹമായിട്ട്. പ്രത്യേകിച്ച് ഇന്നെടുത്ത ആദ്യത്തെ തീരുമാനം ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാ. ഞങ്ങൾ സിൻഡിക്കേറ്റില് 5-8 കൊല്ലം ഇരുന്ന ആളുകളാ. കുട്ടികൾ അധ്യാപകര് പേപ്പർ നോക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 3 വർഷം 5 വർഷം വരെ ഡീവാർ ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ്. അത് അധ്യാപകർക്ക് വലിയ സന്തോഷമാണ്, കാരണം പേപ്പർ വാല്യൂഷൻ ഒന്ന് മാറി നിൽക്കാം. അത്തരത്തിൽ ഒരു സൗകര്യം കൂടി ലക്ഷ്മി നായർക്ക് ഇപ്പൊ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വേണ്ടതല്ല ഈ കാണിച്ചേക്കുന്ന ക്രമവിരുദ്ധമായ നടപടികളെന്നുള്ള റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിന്റെ പുറത്ത് നടപടിയെടുക്കുവാൻ യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് ആയിട്ട് നിയമം അനുശാസിക്കാത്തതുകൊണ്ട് കോളേജിന്റെ അഫിലിയേഷൻ പിൻവലിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു വേണ്ടിയിരുന്നത്. അത് മാത്രമല്ല സാർ, ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ VC പറഞ്ഞതായി അറിയുന്നത് സർവകലാശാലയിലെ അഫിലിയേഷൻ സംബന്ധിച്ച അതിന്റെ രേഖകളൊന്നും സർവകലാശാലയുടെ കൈവശം ഇല്ല എന്ന് പറഞ്ഞതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ശരിയാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ 82 തന്നെ ലോ അക്കാദമിയായി ബന്ധപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി. കേരള സർവകലാശാലയിൽ ഫയലുകൾ നഷ്ടപ്പെടുന്ന പുതിയ സംഭവമല്ല. 40,000 ഉത്തരക്കടലാസുകൾ, അസിസ്റ്റന്റ് ഗ്രേഡിന്റെ ഉത്തരക്കടലാസുകൾ വരെ നഷ്ടപ്പെടുത്തിയ സർവകലാശാലയാണ്. പോട്ടെ, അഫിലിയേഷൻ ഉള്ള ഒരു സ്ഥാപനത്തിന് മേൽ നടപടി എടുക്കുന്നതിന് പഴയ ഫയലുകൾ ഉണ്ടാക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡിംഗ് കൗൺസിലായ തോമസ് എബ്രഹാം, അദ്ദേഹം CPMന്റെ നേതാവാണ്. അദ്ദേഹം ലോ അക്കാദമിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അദ്ദേഹം തെറ്റായ ഒരു നിയമോപദേശം കൊടുക്കുകയോ മനഃപൂർവ്വം കൊടുക്കുകയോ ചെയ്തപ്പോൾ അതിൽ പിടിച്ചുകൊണ്ട് ഇടതു മുന്നണി യൂണിവേഴ്സിറ്റിക്ക് ഒരു അധികാരവുമില്ല, അതുകൊണ്ട് നമുക്ക് സർക്കാരിലേക്ക് കൈമാറാമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ലോ അക്കാദമിയുടെ പുറത്ത് ഒരു നടപടി എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എന്തുകൊണ്ടാണ് നെഹ്റു കോളേജിലോ ടോം കോളേജിലോ എടുത്ത ഒരു നിലപാട് CPM ലോ അക്കാദമിയിൽ എടുക്കാത്തതെന്ന് വെച്ചാൽ അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ശക്തരായ ഡോക്ടർ നാരായണൻ നായർ സാറും അദ്ദേഹത്തിന്റെ ബ്രദർ കോഴിക്കോട് കൃഷ്ണൻ നായരും പിന്നെ നമ്മുടെ കൈരളി ചാനലിന്റെ MD ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർക്ക് ലക്ഷ്മിയുടെ സ്വാധീനം, ആ ലക്ഷ്മിയുടെ സ്വാധീനം മാത്രം കണക്കിലെടുത്തുകൊണ്ട് എടുത്ത തീരുമാനമാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം
തീർച്ചയായിട്ടും വിദ്യാർത്ഥി ദ്രോഹകരമായ തീരുമാനം കൊണ്ടുകൊടുത്താൽ അതിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് EP ജയരാജനെ രാജിവെപ്പിക്കുന്നതിൽ മാർക്സിസ്റ്റ് പാർട്ടി കാണിച്ച താല്പര്യം EP ജയരാജനേക്കാളും വലിയൊരു താല്പര്യം. താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരും. ABVPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മനുപ്രസാദ് തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. മനുപ്രസാദ്, ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് പരീക്ഷാ നടത്തിപ്പിൽ നിന്ന് ഡീബാർ ചെയ്ത ഈ നടപടിയോടെ പ്രശ്നം പൂർണ്ണമായി അവസാനിച്ചോ? നിങ്ങൾ തൃപ്തരാണോ? ഒരിക്കലുമല്ല. പ്രിൻസിപ്പാളിനെ ഡീബാർ മാറ്റി നിർത്തണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യമായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ സമരം 3-ാം ദിവസം തന്നെ അവസാനിപ്പിക്കാമായിരുന്നു. കാരണം ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരം തുടങ്ങി 3-ാം ദിവസം തന്നെ ഈ കോളേജിൻ്റെ ഡയറക്ടറായിട്ടുള്ള നാരായണൻ നായർ സാർ ഞങ്ങളെ വിളിച്ചു. വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തിയതിനു ശേഷം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, പ്രിൻസിപ്പാൾ രാജിവെക്കുക എന്നുള്ളതൊഴിച്ച് നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കാവുന്നതാണ്. CCTVയുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എക്സാം അറ്റൻഡൻസ്, ഈ കാര്യങ്ങളിൽ നിന്നും ലക്ഷ്മി നായരെ മാറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കാവുന്നതാണ്. പ്രിൻസിപ്പാൾ രാജിവെക്കുക എന്ന നിങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പിന്മാറണം എന്ന് നാരായണൻ നായർ സാർ അന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. അന്ന് വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം അത് പറ്റില്ല സാർ, പ്രിൻസിപ്പാൾ രാജിവെക്കണം, നിങ്ങൾക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി വിദ്യാർത്ഥികളോട് കാണിക്കുന്ന വിദ്യാർത്ഥി വഞ്ചനകൾ ഒരു കാരണവശാലും നിങ്ങളുടെ കൺമുന്നിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ആ സമയത്തൊന്നും നിങ്ങൾക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഇനി നിങ്ങൾ അവരെ കറക്റ്റ് ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിൻസിപ്പാൾ രാജിവെക്കുന്നത് വരെയുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് അസന്നിഗ്ധമായി അവിടെ വിദ്യാർത്ഥികൾ പറഞ്ഞതാണ്. ലോ അക്കാദമിയിൽ പ്രിൻസിപ്പാളുടെ നടപടിക്കെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു കോളേജിനകത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഒരു പ്രതിഷേധ സമരമാണ്. അവിടെ ഭൂമി പ്രശ്നം വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് ഇത് രണ്ടിനെയും കൂടി കൂട്ടിക്കലർത്തി ഇല്ലാതാക്കേണ്ടുന്ന സാഹചര്യമില്ല. 50 വർഷം പഴക്കമുള്ള ഒരു ഭൂമി പ്രശ്നം ഇപ്പോൾ ഉയർത്തിയിടുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്ന കോടിയേരിയുടെ നിലപാടിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ശ്രീ സഖാവ് VS അച്യുതാനന്ദനെ സർവാത്മന സ്വീകരിച്ച് സ്വാഗതം ചെയ്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഞങ്ങൾ പറയുന്നു, ഇന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു ആ ഭൂമി ഏറ്റെടുക്കേണ്ടതാണ്. അതിനെ എതിർത്ത കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അപലപനീയമാണ് എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. 2, വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ആവശ്യം അവിടെ പ്രിൻസിപ്പാൾ രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ പ്രിൻസിപ്പാൾ രാജിവെക്കുക എന്ന ആവശ്യമായി വിദ്യാർത്ഥികൾ ഇറങ്ങുമ്പോൾ അതിന് തീരുമാനമെടുക്കേണ്ടത് മാനേജ്മെൻറ്റാണ്. ആ മാനേജ്മെൻറ്റ് അതിന് തീരുമാനമെടുക്കണമെങ്കിൽ മാനേജ്മെൻറ്റ് കാണിക്കുന്ന ഇത്തരം പോക്കൃത്തരങ്ങൾക്ക് നടപടി സ്വീകരിക്കുവാൻ സർക്കാരും യൂണിവേഴ്സിറ്റിയും തയ്യാറാകേണ്ടതുണ്ട്. സർക്കാരിനും യൂണിവേഴ്സിറ്റിക്കും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്, കോളേജിൻ്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നത് യൂണിവേഴ്സിറ്റിക്കാണ്. അതുപോലെ തന്നെ സർക്കാരിന് ആ പ്രിൻസിപ്പാളിനെ രാജിവെപ്പിക്കാനും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് നേടിക്കൊടുക്കുവാനും സർക്കാരിന് സാധിക്കുക. ഇത്തരം ഭൂമി പ്രശ്നങ്ങളിൽ ശരിയായ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവിടെ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. അപ്പോഴാണ് ആ മാനേജ്മെൻറ്റിനെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി, ജനാധിപത്യത്തിന് അനുകൂലമായി, എല്ലാ വിദ്യാർത്ഥി സമൂഹത്തിന് ഗുണകരമാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുക. 2, ലക്ഷ്മി നായർ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ക്യാമ്പസിൻ്റെ നടത്തിപ്പവകാശം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ സർക്കാരിന്, കേരളത്തിലെ സമൂഹത്തിന്, ഒരു സർക്കാർ കോളേജ്, എത്രയേറെ ലോ കോളേജുകൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സർക്കാരിന് ഒരു ലോ അക്കാഡമി നടത്താൻ കഴിവുകേടുകളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സർക്കാർ അത് ഏറ്റെടുക്കുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകണം എന്നും ഞങ്ങൾക്ക് പറയാനുണ്ട്. ഭൂമി വിഷയം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ അന്വേഷിക്കണം എന്നാണ്. ശ്രീ MP ജയരാജൻ, 5 വർഷം ലക്ഷ്മി നായരെ പരീക്ഷാ നടത്തിപ്പിൽ നിന്ന് ഡീബാർ ചെയ്തതുകൊണ്ട് അവസാനിക്കാൻ പോകുന്ന പ്രശ്നമല്ല ഇത് എന്ന് താങ്കൾക്കും അറിയാമല്ലോ. പ്രിൻസിപ്പാൾ പദവിയിൽ നിന്ന് ലക്ഷ്മി നായരെ മാറ്റുന്നത് വരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിൽ തുടരാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ എടുത്തിരിക്കുന്ന തീരുമാനം. അതോടൊപ്പം തന്നെ ഇതിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് സംബന്ധിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അതിലും സർക്കാരിനൊരു നിലപാട് വ്യക്തമാക്കേണ്ടി വരുന്ന അത്രയും വലിയ സമ്മർദ്ദം ഈ സമരം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരും ലോ അക്കാദമി മാനേജ്മെൻറ്റുമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രശ്നത്തെ സമീപിക്കാൻ പോകുന്നത്? നേരത്തെ സിൻഡിക്കേറ്റ് അംഗമായി ദീർഘകാലം ഉണ്ടായിരുന്ന റിട്ടയേർഡ് രജിസ്ട്രാർ കൂടിയായ കോൺഗ്രസ് നേതാവ് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രതികരണം അനിവാര്യമാണെന്ന് തോന്നുന്നു. അദ്ദേഹം
2 സ്വാശ്രയ കോളേജിൽ നടന്ന ക്രമവിരുദ്ധമായ നടപടികളെക്കുറിച്ച് പറഞ്ഞു. അവിടെ സ്വീകരിച്ച അതേ നിലപാടാണ് ഇവിടെയും സർക്കാരിൻ്റെ നിലപാട്. അവിടെ സ്വീകരിച്ചത് എന്താ? കഴിഞ്ഞ ദിവസമാണ് പാമ്പാടി നെഹ്റു കോളേജിൽ ഒരു വിദ്യാർത്ഥി അവിടെ പരീക്ഷയിൽ കാണിച്ച ക്രമവിരുദ്ധമായ നടപടി മൂലം, അങ്ങേയറ്റം മാനേജ്മെൻ്റ് പീഡനം മൂലം മരിക്കാനിടവന്നത്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ആ വിദ്യാർത്ഥിയുടെ ദേഹത്ത് പരിക്കുണ്ടായിരുന്നു എന്നതടക്കം പുറത്തു വന്നിരിക്കുകയാണ്. അത് സ്വീകരിച്ച നിലപാടെന്താ? കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം നടത്തുന്നു, ഒരു സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചു. അതിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്തിട്ടില്ല. അതിൽ അഫിലിയേഷൻ റദ്ദാക്കിയിട്ടില്ല. അതുപോലെ സമാനമായ സ്വാശ്രയ കോളേജിൻ്റെയും പ്രശ്നമുണ്ട്. അഫിലിയേഷൻ റദ്ദാക്കുക എന്ന് പറയുന്നത് ഒരു നിയമപ്രശ്നമാണ്. ചിലപ്പോൾ അഫിലിയേഷൻ റദ്ദാക്കേണ്ടി വരും, അത്രയും ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നാൽ. അപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നം, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മറ്റേത് കോളേജിൽ പഠിപ്പിക്കും, അവർ എന്ത് ചെയ്യും തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർന്നു വരും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഈ പ്രിൻസിപ്പൾ കാണിച്ച സർവകലാശാല ചട്ടങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമായ നടപടികളാണ്. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് വിദ്യാർത്ഥി സമരത്തിന് അടിസ്ഥാനം. അത് സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി അന്വേഷണത്തിൽ കണ്ടെത്തി. അപ്പോൾ പ്രിൻസിപ്പളിനെ യൂണിവേഴ്സിറ്റിയുടെ അധികാര പരിധിയിൽ വരുന്ന ഒരു നടപടി എന്ന നിലക്ക് ഡീബാർ ചെയ്തു. അത് നേരത്തെ മുൻ റീഷാൽ കൂടിയായ അദ്ദേഹം സമ്മതിച്ചു. യൂണിവേഴ്സിറ്റിക്ക് അധികാരം അതാണ്. എന്നിട്ട് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു? സർക്കാരിലേക്ക് ഉചിതമായ നടപടിക്ക് അയച്ചു. അപ്പോൾ ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തി. സർക്കാർ എന്താ പറഞ്ഞത്? അന്വേഷണ റിപ്പോർട്ട് വന്നാൽ നിയമാനുസൃതമായിട്ടുള്ള നടപടി സ്വീകരിക്കും. മാനേജ്മെൻറ്റിനോട് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് എന്താ? മാനേജ്മെൻറ്റിനോട് പറയുന്നത് അടിയന്തരമായി പ്രിൻസിപ്പൽ രാജിവെക്കണം. പ്രിൻസിപ്പൽ രാജിവെക്കുക എന്നുള്ളതാണ് ആ പ്രിൻസിപ്പൽ ചെയ്യേണ്ടത്. ഇത് കോളിയക്കോടിൻ്റെയോ നാരായണൻ നായരുടെയോ പ്രശ്നമല്ല. ഇതിനേക്കാൾ നല്ല ബന്ധുത്വമുള്ളതാണ് പാമ്പാടി നെഹ്റു കോളേജിൽ ചില അധ്യാപകർ. വലിയ ബന്ധുക്കളുണ്ട്. ബന്ധുക്കളെല്ലാം നോക്കുക. ഇതിലെ പ്രശ്നത്തിലെ മെറിറ്റാണ്. അല്ല, ഇക്കാര്യത്തിൽ ശ്രീ എം വി ജയരാജൻ CPM-ന്റെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ ശ്രീ എം വി ജയരാജൻ, താങ്കളുടെ നിലപാട് ഇക്കാര്യത്തിൽ ലക്ഷ്മി നായർ സ്വയം രാജിവെച്ച് മാറി നിൽക്കുക എന്നതാണോ? വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളും ശരിയാണെന്ന് എല്ലാ ആവശ്യങ്ങളും ശരിയാണെന്ന് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും അത് സിൻഡിക്കേറ്റ് അംഗീകരിക്കുകയും നടപടികൾക്ക് വേണ്ടി സർക്കാരിലേക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീ എം വി ജയരാജൻ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ ലക്ഷ്മി നായർ സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോവുക എന്നതാണോ? അല്ല, ലക്ഷ്മി നായരുടെ പേരിൽ പുറത്താക്കാനുള്ള നടപടിയെടുക്കാൻ അധികാരമുള്ള ഏജൻസി ആരാണോ ആ ഏജൻസിക്ക് അധികാരത്തിൽ നടപടിയെടുക്കാം. അങ്ങനെ അധികാരത്തിൽ നടപടിയെടുക്കുന്നതിന് മുമ്പ് മാന്യമായി ആ പ്രിൻസിപ്പളിന് രാജിവെച്ച് പോകുന്നതാണല്ല. പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് ഉപസമിതി അത് രാഷ്ട്രീയമായ ഒരു സമിതിയല്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതി ആ പ്രിൻസിപ്പളുടെ ഭാഗത്ത് നിന്ന് ക്രമവിരുദ്ധമായ നടപടികളുണ്ടെന്ന് കണ്ടെത്തിയ പരിതസ്ഥിതിയിലാണ് ഞാൻ പറയുന്നത്. നേരത്തെ അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വന്നില്ല. അതുകൊണ്ട് ലക്ഷ്മി നായർക്ക് മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പോകാം. അല്ല, അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് അതോറിറ്റിക്കാണോ തികച്ചും വ്യക്തമായ നടപടി സ്വീകരിക്കാൻ പറ്റുന്നത്, മാനേജ്മെൻറ്റിനാണെങ്കിൽ മാനേജ്മെൻറ്റ്, സർക്കാരിനാണെങ്കിൽ സർക്കാർ, ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മാനേജ്മെൻറ്റിനും സർക്കാരിനും റിപ്പോർട്ട് അയച്ച പരിതസ്ഥിതിയിൽ ഗവൺമെൻറ്റോ മാനേജ്മെൻറ്റോ ഈ പ്രിൻസിപ്പളുടെ പേരിൽ നടപടിയെടുക്കേണ്ടി വരും. അതിലൊരു തർക്കവും ഇല്ല. ശ്രീ ശബരിനാഥൻ, ഇക്കാര്യത്തിൽ കുറെ കൂടി തുറന്ന സമീപനം ശ്രീ എം വി ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ലേ? ഇവിടെ ലക്ഷ്മി നായർക്ക് മാന്യതയോടുകൂടി രാജിവെച്ച് പോകാം. അതല്ലെങ്കിലും അക്കാദമിയുടെ മേൽ സർക്കാരിന് സമ്മർദ്ദം ചെലുത്താൻ പാകത്തിൽ ഇപ്പോഴവർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണ്, അത് വസ്തുതാപരമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ലക്ഷ്മി നായർക്ക് ഈ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വേണമെങ്കിൽ സർക്കാരിന് ഇടപെടാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നല്ലേ ശ്രീ എം വി ജയരാജൻ പറഞ്ഞത്? സ്വാഗതം ചെയ്യേണ്ടതല്ലേ അത്? എം വി ജയരാജൻ സാറ് പറഞ്ഞതുപോലെ കോളേജ് പ്രിൻസിപ്പൽക്ക് രാജിവെക്കണം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതിനെ കാണുന്നത് ഒരുപക്ഷെ ഈ സമരം 1-ാം ദിവസം കണ്ടതുപോലെയോ 4-ാം ദിവസം കണ്ടതുപോലെയോ അല്ല ഇന്ന് ഈ 19-ാം ദിവസം കാണുന്നത്. ഇത് ഒരു കോളേജിനേക്കാൾ കൂടുതൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും
കൂടുതൽ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉണ്ടാകുന്നത് പൊതുവായിട്ട് ഒരു മാർഗരേഖ സർക്കാർ ഉണ്ടാക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ സ്വാശ്രയ പ്രശ്നമുണ്ട്, പ്രൈവറ്റ് കോളേജുകളുടെ പ്രശ്നമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ 2017 നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങൾ കേരളത്തിലെ ഒരു കോളേജിലും, എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ, മെഡിക്കൽ കോളേജ് ആവട്ടെ, ലോ അക്കാഡമികളാവട്ടെ, ഒരിടത്തും ഇത് വരാതിരിക്കാൻ വേണ്ടി മാതൃകാപരമായ ഒരു തീരുമാനം സർക്കാർ എടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതൊരു വ്യക്തിയുടെ രാജി, ആ വ്യക്തി തന്നെ പറയുന്നതിനേക്കാൾ കൂടുതൽ സർക്കാർ ഇതിൽ ഒരു അയൺ ഫിസ്റ്റോടെ ശക്തമായ തീരുമാനമെടുത്ത് കാണിക്കട്ടെ. അങ്ങനെ ഒരു പര്യവസാനം വരുമ്പോഴാണ് തീർച്ചയായിട്ടും അത് ഭാവിയിലേക്കൊരു മാതൃകയാവുന്നത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എം ജീവൻലാൽ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ എം ജീവൻലാൽ, സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ അന്വേഷണത്തിൽ ലക്ഷ്മി നായർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് സിൻഡിക്കേറ്റ് ഏകകണ്ഠമായി അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ലക്ഷ്മി നായർക്കെതിരെ വേണ്ട നടപടി എന്തായിരിക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ ഭിന്നതയുണ്ടായി. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം പ്രമേയത്തിൽ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് കാര്യമില്ല, അത് സാങ്കേതികമായി നിലനിൽക്കുന്നതല്ല എന്ന CPM-ന്റെ വാദം ശരിയല്ലേ? ഈ ചോദ്യത്തിന് എൻ്റെ മറുപടി ആക്ടിനകത്ത് 1977 ആക്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് പേജ് നമ്പർ 49 ചാപ്റ്റർ 8 ക്ലോസ് 68 അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് വീഴ്ചകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ അധികാരമുണ്ട് സിൻഡിക്കേറ്റിന്. മാത്രമല്ല പേജ് 41 ചാപ്റ്റർ 8 ക്ലോസ് 54.7 അതിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രിൻസിപ്പൽ ഇങ്ങനെ മോശമായി പെരുമാറുക, കുട്ടികളോട് മോശമായി അമാന്യമായി പെരുമാറുക, കുട്ടികളുടെ അറ്റൻഡൻസിലും മാർക്കിലും മറ്റുമൊക്കെ ഈ തിരുത്തൽ വരുത്തുക, അനാവശ്യമായ തിരുത്തൽ വരുത്തുക, ടാമ്പറിങ് നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജറെ അറിയിച്ച് നടപടി സ്വീകരിക്കുന്നതിനും അഫിലിയേഷൻ പിൻവലിക്കുന്നതിന് വരെയും യൂണിവേഴ്സിറ്റിക്ക് അധികാരമുണ്ട് എന്ന് അതിനകത്ത് വളരെ വ്യക്തമായി. ശരി, അഫിലിയേഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ അധികാരം ശരി. മറ്റേത് താങ്കൾ പറഞ്ഞു പ്രിൻസിപ്പാളിനെതിരെ നടപടിയെടുക്കുക. നടപടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി പരീക്ഷാ നടത്തിപ്പിൽ 5 വർഷത്തെ ഡീബാർ ചെയ്തു എന്നതാണ്. അതിനപ്പുറം അവരെ പ്രിൻസിപ്പൽ എന്ന പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള റൈറ്റ്, അധികാരമുണ്ടോ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. പ്രിൻസിപ്പൽ എന്നുള്ള പദവിയിൽ നിന്ന് അവരെ നീക്കം ചെയ്യുന്നതിന് മാനേജർക്കാണ് അധികാരം, പക്ഷേ മാനേജറെ ഡയറക്റ്റ് ചെയ്യുന്നതിന് യൂണിവേഴ്സിറ്റിക്ക് അധികാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇല്ല എന്നുണ്ട് എങ്കിൽ അഫിലിയേഷൻ വരെ പിൻവലിക്കാം. ഇപ്പോൾ സിൻഡിക്കേറ്റ് പാസ്സാക്കിയിരിക്കുന്ന പ്രമേയത്തിൽ ഉചിതമായ നടപടി സർക്കാർ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അത് ശരിയായൊരു നിലപാടല്ലേ? അതോ? അതിനോട് വിയോജിപ്പുണ്ട്. കാരണം യൂണിവേഴ്സിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം യൂണിവേഴ്സിറ്റി ചെയ്യണം. അത് ഗവൺമെൻറ്റിൻ്റെ തോളിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കേരള സമൂഹം മൊത്തത്തിൽ ഏറ്റെടുത്തൊരു സമരമാണിത്. ഈ ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികളുടെ സമരം കേരള സമൂഹം മൊത്തം ഏറ്റെടുത്തതാണ്. കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തതാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു സമരം, എത്രയോ സമരങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയേറെ നെഞ്ചിലേറ്റി മാധ്യമങ്ങൾ പിന്നെ രാത്രിയെ പകലാക്കി പോലും ഈ സമരപ്പന്തലുകളിൽ സമയം ചെലവഴിച്ചും കുട്ടികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ ഈ മനസ്സാക്ഷിയെ, കേരള മനസ്സാക്ഷിയുടെ മനസ്സ് ഉണർത്തുന്ന തരത്തിൽ വാർത്തകൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർ ജീവൻലാൽ, താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ സർവകലാശാലയ്ക്ക് പ്രിൻസിപ്പാളിനെതിരെ നടപടി എടുക്കാനുള്ള ശുപാർശകൾ അല്ലെങ്കിൽ അവരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ഉള്ള സമ്മർദ്ദമായി സർവകലാശാലയ്ക്ക് സമ്മർദ്ദം പ്രയോഗിക്കാനുള്ള അധികാരം സർവകലാശാലയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അത് നടപ്പാക്കാതെ പോയത്? ആരുടെ താല്പര്യം കൊണ്ട്? അത് ചെയ്യാമായിരുന്നു. ഇന്ന് ഉച്ചവരെ 1:30 വരെയും സിൻഡിക്കേറ്റ് മുറിക്കകത്ത് ഈ റിപ്പോർട്ട്, ഉപസമിതിയുടെ റിപ്പോർട്ട്, ഞാനും കൂടി ഉൾപ്പെടുന്ന ഉപസമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് കൂലങ്കഷമായി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ ചർച്ചയിൽ ഉടനീളം അവിടെ വ്യത്യസ്തമായൊരു സ്വരമില്ലായിരുന്നു. അവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒരേ സ്വരത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും 1:30 ലഞ്ചിന് വേണ്ടി പിരിയുകയും 1:30 ശേഷം വൈസ് ചാൻസലർ വരാൻ വിസമ്മതിക്കുന്നു.
വരാൻ വൈകുന്നു, വിസമ്മതിക്കൽ അദ്ദേഹം വരാൻ വൈകുന്നു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം ചെയ്തിട്ടാണ് പോയത്. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് പോയി, നിങ്ങളുടെ ഇടയിൽ ഒരു സമന്വയം ഉണ്ടാകുമ്പോൾ അത് എന്നെ അറിയിക്കുക, അപ്പോൾ ഞാൻ വരാം. അപ്പോൾ അദ്ദേഹം മുൻകൂട്ടി ഇങ്ങനെ ഒരു സമന്വയം ഉണ്ടാകില്ല അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരിക്കുന്നു. വളരെ ധീഷണാശാലിയായ ഒരു വൈസ് ചാൻസലർ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ അകക്കണ്ണിൽ അദ്ദേഹം ഒരുപക്ഷെ ഇത് കണ്ടത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം 5 മണിവരെയും നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു ഈ യോഗം പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ യോഗം പുനരാരംഭിച്ച് ചർച്ചകൾ ആരംഭിക്കുമ്പോഴത്തേക്കാണ് കാര്യങ്ങൾ കുഴയുന്നതായി കണ്ടത്. ഇത് വോട്ടെടുപ്പിലേ ഇത് അവസാനിക്കത്തുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരള സമൂഹം, കേരള മനസാക്ഷി ലജ്ജയോടെ ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ എം വി ജയരാജൻ, ഞാൻ വരാം. ശ്രീ എം വി ജയരാജൻ, താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞു ലക്ഷ്മി നായർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം, വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ള ഈ പരാതികളെല്ലാം, അവരുടെ ഈ ആക്ഷേപങ്ങളെല്ലാം ശരിയാണ് എന്ന് ഉപസമിതി തന്നെ കണ്ടെത്തുകയും അത് സിൻഡിക്കേറ്റ് അംഗീകരിക്കുകയും ഉചിതമായ നടപടിക്ക് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തു. ശ്രീ എം വി ജയരാജൻ, താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞു മാന്യതയുണ്ടെങ്കിൽ ലക്ഷ്മി നായർ സ്വയം ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടതെന്ന്. ഇവിടെ നമ്മളോട് സംസാരിച്ച കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗം, ഉപസമിതി അംഗം കൂടിയായിരുന്ന ഡോക്ടർ എം ജീവൻലാൽ, അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. സർവകലാശാലയ്ക്ക് സ്വമേധയാ തന്നെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ശരിയാണ് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മി നായർക്കെതിരെ നടപടി ശുപാർശ ചെയ്യാം, അവർക്കെതിരെ നടപടിയെടുക്കണം, അവരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്ന ആവശ്യം ഒരു സമ്മർദ്ദമായി സർവകലാശാലയ്ക്ക് ഉന്നയിക്കാം. ഇത്രയും വലിയൊരു സമരവും പ്രക്ഷോഭവും നടക്കുമ്പോൾ അതിനുള്ളൊരു അവസരം ഉണ്ടായിട്ടും അത് പാഴായി പോയത് CPM അംഗങ്ങളുടെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ്. അതിൽ ഒരു വസ്തുതയില്ല. ഇതിലിപ്പോൾ 2 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നമ്മൾ കേട്ടു. 8 വർഷം വരെ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന മുൻ റിട്ടയേർഡ് രജിസ്ട്രാറുടെ വാക്കും നമ്മൾ കേട്ടു, ജീവൻലാലിൻ്റെ വാക്കും കേട്ടു. നേരത്തെ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന അദ്ദേഹം പറഞ്ഞത് സിൻഡിക്കേറ്റിന് പുറത്താക്കാൻ അധികാരമില്ലെന്നാണ്. ഇദ്ദേഹവും പുറത്താക്കാൻ അധികാരമുണ്ടെന്ന് പറയുന്നില്ല, മാനേജ്മെൻറ്റിന് നിർദ്ദേശം കൊടുക്കാം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യം, ഇത്തരം സ്ഥാപനങ്ങളിൽ നടപടിയെടുക്കാനുള്ള അധികാരം നേരത്തെ തന്നെ വിവിധ ഹൈക്കോടതികളിൽ കേസുകളിൽ നിന്ന് വന്നിട്ടുള്ള സിൻഡിക്കേറ്റിൻ്റെ പരിമിതി അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പുറത്താക്കൽ പോലെയുള്ള ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് അധികാരം മാനേജ്മെൻറ്റിനാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഈ സിൻഡിക്കേറ്റ് ഉപസമിതി എടുത്ത റിപ്പോർട്ട് ഐക്യകണ്ഠേന അംഗീകരിച്ചുകൊണ്ട് നൽകുന്നത്. യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റിന് പുറത്താക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ ഈ ജീവൻലാൽ ഉൾപ്പെടെയുള്ളവർ പുറത്താക്കിയാൽ പോരെ? ഇപ്പോൾ നമുക്കെന്തിനു തർക്കിക്കണം? ഒരു കാര്യം ഇവരല്ല ഇദ്ദേഹം തന്നെയല്ലേ അന്വേഷിച്ചത്, അന്വേഷിച്ച റിപ്പോർട്ടല്ലേ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ക്രമവിരുദ്ധമായ കാര്യം അവിടെ നടന്നു. ക്രമവിരുദ്ധമായ കാര്യം നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അത് കേരളീയ സമൂഹം അംഗീകരിക്കുന്നു. ആ ക്രമവിരുദ്ധമായ കാര്യത്തിന്മേൽ നടപടിയെടുക്കാനുള്ള അവകാശം ആർക്കാണ് എന്നതാണ് പ്രശ്നം. പാമ്പാടി നെഹ്റു കോളേജിൽ ക്രമവിരുദ്ധമായ കാര്യം നടന്നതുകൊണ്ടാണ് ഒരു കുട്ടി മരിക്കാനിട വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്രമവിരുദ്ധമായ കാര്യം നടന്നതിന് നടപടിയെടുക്കാനുള്ള അവകാശം ആർക്കാണ്? ഇവിടെയാണ് ശബരിനാഥൻ നേരത്തെ പറഞ്ഞ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു നിയമനിർമ്മാണത്തിൻ്റെ പ്രസക്തി. ലാക്കുന ഇവിടെയെല്ലാം ഉണ്ട്. സ്വാശ്രയ സ്ഥാപനങ്ങൾ, ഇത്തരത്തിലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങൾ, അതിന്മേൽ നടപടിയെടുക്കാനുള്ള അവകാശം, നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നാൽ നടപടിയെടുക്കാനുള്ള അവകാശം സംബന്ധിച്ചും അഫിലിയേഷൻ സംബന്ധിച്ചുമുള്ള കാര്യത്തിന് വ്യക്തമായ ഒരു നിയമനിർമ്മാണം വേണം. അത് സമൂഹം അംഗീകരിക്കുന്നു. നിയമം കൊണ്ടുവന്നു. കേരള സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോ അക്കാദമി വിഷയത്തിന്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ആത്മാർത്ഥത ഈ സർക്കാർ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ സമരത്തിന്റെ 14-ാം ദിവസമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ശേഷമാണ് വിദ്യാർത്ഥികളെ ഒരു മീറ്റിങ്ങിന് വിളിക്കാൻ, ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറായത്. അപ്പം അത് തന്നെ 2 ആഴ്ച ഈ സർക്കാർ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാതിരുന്നത് തന്നെ അതിൻ്റെ ഒരു ഡയറക്ഷൻ കാണിക്കുകയാണ്. രണ്ടാമതായി കേരളം ഭരിക്കുന്ന LDFിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPMനകത്ത് മുമ്പ് ഒരിക്കലും കാണാത്ത രീതിയിൽ അന്തഃഛിദ്രങ്ങളുണ്ട്. ഇന്നലെ ഞാൻ കാണുകയായിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ CPIയുടെ യുവജന സംഘടനയായ AYFൻ്റെയും സ്റ്റുഡൻ്റ് ഓർഗനൈസേഷൻ ASFൻ്റെയും കുട്ടികൾക്കെതിരെ
പോലീസ് അവിടെ എന്താ പറയുക അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ഇന്നത്തെ സിൻഡിക്കേറ്റ് തീരുമാനത്തെ അപലപിച്ചിട്ടുള്ളത് CPIയും ASFും AYFും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭരിക്കുന്ന പാർട്ടികൾക്ക് ഇതിനോടുള്ള പ്രതിബദ്ധതയേക്കാൾ കൂടുതൽ ഇതിൽ വലിയൊരു കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ്റെ കാരണം എന്താണ്? ഇതുപോലെ ഒരു പ്രശ്നം കേരളത്തിലെ 99.99% ആളുകളും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ന്യായമുണ്ട്. എല്ലാ ചാനലുകളും തെളിവുകളോട് സഹിതം ഭൂമിയുടെ കാര്യങ്ങളും മറ്റും പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ തീരുമാനം വൈകിക്കുന്നത്? എന്തിനാണ് ഇതിൽ സിൻഡിക്കേറ്റിൻ്റെ പവറുകൾ, സിൻഡിക്കേറ്റിൽ വെസ്റ്റ് ചെയ്തിട്ടുള്ള ശക്തികൾ, അങ്ങനത്തെ സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് വൈകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പോൾ ഈ ലേറ്റായിട്ട് വൈകി തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ ഇതിലേക്കൊരു ശരിയായ ദിശയിൽ പോകണം എന്നുള്ളതിൽ പല ആളുകൾക്കും താല്പര്യമില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ നേരത്തെ തന്നെ ഒരു സർക്കാർ, പ്രത്യേകിച്ച് ഇവർ പറയുന്ന പോലെ ജനകീയ സർക്കാരാണെങ്കിൽ 2ാം ദിവസം ഈ സമരം തീർന്ന് കുട്ടികളിന്ന് സ്കൂൾ ലോ അക്കാഡമിയിൽ തിരിച്ച് ക്ലാസ്സിൽ പഠിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും വൈകി നീട്ടി ഒരുപക്ഷെ ഇങ്ങനെ പോയാൽ ഒരാഴ്ച കൂടെ നീളുന്ന ലക്ഷണമാണ് ഞാനത് കാണുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. വൺ ഡിസിഷൻ, ദാറ്റ്സ് ഇറ്റ്, അത് മതിയായിരുന്നു. മനുപ്രസാദ്, ഇവിടെ സിൻഡിക്കേറ്റ് ഒന്നായി തന്നെ ലക്ഷ്മി നായർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ ഏകാഭിപ്രായം നടത്തുമ്പോഴും അവർക്കെതിരെ നിങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു നടപടിയിലേക്ക് എത്തുന്നതിന് CPM അംഗങ്ങൾ തടസ്സം നിന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ വരെയും ആ ഉപസമിതിയിൽ വളരെ വിശ്വാസം അർപ്പിച്ചവരാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലും ആ സമിതിയോട് സഹകരിച്ചത്. പക്ഷേ ആ സമിതിയുടെ റിപ്പോർട്ട് പ്രിൻസിപ്പാൾ കുറ്റക്കാരനാണ്, അവിടെ ക്രമവിരുദ്ധമായിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം നൽകി എന്ന് പുറത്തു വന്നു. അതിനുശേഷം സിൻഡിക്കേറ്റിൽ ആ കാര്യം അവതരിപ്പിച്ചു. പക്ഷേ അത് സർക്കാരിലേക്ക് വിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ സർക്കാരിനെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയെയും സംരക്ഷിച്ചെടുക്കാൻ ഉള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ചർച്ചയിൽ പങ്കെടുത്തയാളാണ് ഞാൻ. വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യപ്രകാരം ഇത് ഞാൻ ഉപസമിതിക്ക് വിട്ടിരിക്കുന്നു, യൂണിവേഴ്സിറ്റിക്ക് ഉചിതമായ തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കും എന്നുള്ളതായിരുന്നു. ലക്ഷ്മി നായർ രാജിവെക്കുമോ എന്നുള്ള ഞങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹവും പറഞ്ഞത് ഇന്റേണൽ മാർക്കിൻ്റെയും അതുപോലെ തന്നെ പരീക്ഷയുടെയും കാര്യത്തിൽ തീരുമാനമുണ്ടാകും. നാരായണൻ നായർ സാർ പറഞ്ഞത് ഇന്റേണൽ മാർക്കിൻ്റെയും പരീക്ഷയുടെയും കാര്യത്തിൽ ഞാൻ തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം. അതുപോലെ തന്നെ അവിടെ സന്ദർശിച്ച ഉപസമിതി അംഗമായിട്ടുള്ള റഹീം ഞങ്ങളോട്, വിദ്യാർത്ഥി സമരങ്ങളോട് പറഞ്ഞത് ഇന്റേണൽ മാർക്കിൻ്റെയും പരീക്ഷയുടെയും കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമുണ്ടാക്കിത്തരാം. എന്നിട്ടും ഞങ്ങൾ ആ ഉപസമിതിയെ വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇവരെല്ലാം ഒത്തുകളിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവിടെ SFIയുടെ ഈ വിദ്യാർത്ഥികൾ, ആ കലാലയത്തിലെ വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി അവിടെ സമരം ചെയ്യുമ്പോഴും ആ വിദ്യാർത്ഥികളുടെ ധൈര്യത്തെ പോലും ചോർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞങ്ങൾ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതല്ലേ, സ്വയം ഒഴിഞ്ഞു പോകണമെന്ന് ലക്ഷ്മി നായരോട് പറഞ്ഞാൽ അവർക്ക് മാന്യതയുണ്ടായിരുന്നുവെങ്കിൽ എന്നേ അവർ അത് ചെയ്യുമായിരുന്നു. അവർ ചെയ്യില്ല സാർ. നിങ്ങൾക്ക് ഞങ്ങളോട്, വിദ്യാർത്ഥികളോട് ഒരു കരുണയുണ്ടെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, സർക്കാരിനോട് അവിടെ ഇടപെടാൻ പറയൂ. സർക്കാരിന് ഇടപെടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ക്യാമ്പസിലുണ്ട്. ഇപ്പോൾ തന്നെ ദളിത് വിദ്യാർത്ഥികൾ ആ പ്രിൻസിപ്പാളിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മാന്യമായ അന്വേഷണം നടത്തൂ, അന്വേഷണം പ്രഖ്യാപിക്കൂ. മാത്രമല്ല ഇനിയും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുണ്ട്, നിങ്ങൾക്ക് ലക്ഷ്മി നായരെ രാജിവെപ്പിക്കണമെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് ഇടപെടണം. ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇടപെടും എന്ന് നിങ്ങൾ ഇപ്പോൾ ആവർത്തിച്ചു. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കോലിയങ്കോട് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടി അനുഭാവി പാർട്ടി പ്രവർത്തകരോട് പറയൂ, അല്ലെങ്കിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തോട് പറയൂ, നിങ്ങൾ ആവശ്യപ്പെടൂ, നിങ്ങൾ ആ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടൂ. ഇവിടെ ഒരു പ്രശ്നം കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നൊന്നുമല്ല. ആ ലോ അക്കാഡമിയുടെ മാനേജ്മെൻറ്റിന് ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോടുള്ള അമിതമായ സ്വാധീനമാണ് ഈ വിദ്യാർത്ഥികൾ ഈ സമരം ദീർഘകാലമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ സമരം ന്യായമായ ഒരു ആവശ്യത്തിന് വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത സമരമാണ്. പ്രിൻസിപ്പാൾ രാജിവെക്കുന്നതുവരെ ഈ സമരം വിദ്യാർത്ഥികൾ നടത്തും. മാത്രമല്ല പ്രിൻസിപ്പാൾ രാജിവെച്ചതോടുകൂടി ഈ സമരം വിദ്യാർത്ഥികൾ അവസാനിപ്പിക്കും എന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ന്യായമായ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ സമരം ഇങ്ങനെയല്ലെങ്കിൽ മറ്റൊരു രീതിയിലായാലും വിദ്യാർത്ഥികൾ തുടർന്നു കൊണ്ടുപോകും എന്നുള്ളത് ഒരു സംശയവുമില്ല. ഇവിടെ സംസാരിച്ച ശബരിനാഥനും ഡോക്ടർ M ജീവൻലാലും മനുപ്രസാദും ശ്രീ ശശികുമാറും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെ താങ്കൾക്ക് വേണമെങ്കിൽ തള്ളിപ്പറയാം. അത് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി അവർ നടത്തുന്ന ഇടപെടലുകളാണെന്ന് വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷേ ഇന്നിപ്പോൾ ലക്ഷ്മി നായർക്കെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴും അതെല്ലാം അട്ടിമറിക്കപ്പെട്ടത് റഹീമിന് ഇടപെടൽ കൊണ്ടുമാണ് എന്ന ആരോപണം ഉന്നയിച്ചത് AISF ആണ്.
ഇതിൽ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ല CPM എന്ന ആക്ഷേപമുള്ളത് ഇടതുപക്ഷത്തുള്ള CPIക്കാണ്. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക? ഞാൻ നേരത്തെ പറഞ്ഞു, വിദ്യാർത്ഥി സമരം തികച്ചും ന്യായമാണ്. സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് വന്നതോടുകൂടി വിദ്യാർത്ഥി സമരത്തിൻ്റെ ഉന്നയിക്കപ്പെട്ട കാതലായ കാര്യങ്ങൾ വസ്തുതാപരമായി പൊതുസമൂഹത്തിന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ ആ ഉപസമിതി റിപ്പോർട്ടിനെ അംഗീകരിച്ച സിൻഡിക്കേറ്റ് ഉചിതമായ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമാണിത്. സർക്കാരിലേക്ക് അയച്ചത്, മാനേജ്മെൻറ്റിലേക്ക് അയച്ചത്. നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പാമ്പാടി കോളേജിലും മറ്റിതര സ്വാശ്രയ കോളേജിലും ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥി വേട്ടയും വിദ്യാർത്ഥി പീഡനവും തടയാൻ കഴിയാത്തത് ഫലപ്രദമായിട്ടുള്ള നിയമം കേരളത്തിൽ ഇല്ലാത്തതാണ്. ആ ലേഖന ശബരിനാഥൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിച്ച് ഒരു നിയമം പാസ്സാക്കണം. സ്വാശ്രയ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും വിധത്തിൽ MA ബേബിയുടെ കാലത്ത് അത്തരമൊരു നിയമം കൊണ്ടുവന്നു. ദൗർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ നിയമത്തിലെ പ്രധാന വകുപ്പുകൾ എടുത്തു കളഞ്ഞു. അതിൻ്റെ ഫലമായി ആ നിയമം ഫലപ്രദമായി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവട താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം. ശ്രീ എം വി ജയരാജൻ, ഈ ചർച്ചയിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ താങ്കൾ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയാൽ കൊള്ളാം. ഇവിടെ സെക്രട്ടേറിയറ്റിനടുത്ത് 35 സെന്റ് സ്ഥലത്തിൽ 17.5 സെന്റ് സ്ഥലം, അതായത് ലോ അക്കാദമിക്ക് വേണ്ടി ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള സ്ഥലത്ത് 17.5 സെന്റിൽ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി എന്നതിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഹേദർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലാറ്റ് സമുച്ചയം. അതുപോലെ തന്നെയാണ് ലോ അക്കാദമി നിലനിൽക്കുന്ന ഭൂമി പാട്ടത്തിന് കൊടുത്തതാണ്. അതിപ്പോൾ സ്വകാര്യ ട്രസ്റ്റായി ലക്ഷ്മി നായരും അച്ഛൻ നാരായണൻ നായരുടെയും ഒരു സ്വകാര്യ സ്വത്തായി അത് മാറിയിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ. ഇത്തരം തെളിവുകളോടുകൂടി പുറത്തു വന്നിരിക്കുന്ന ഈ വിഷയങ്ങളിൽ സർക്കാർ താങ്കൾ പറഞ്ഞതുപോലെ ഉചിതമായ ഒരു അന്വേഷണത്തിലൂടെ ഇതിനെതിരെ നടപടിയെടുക്കാൻ ഉണ്ടാകുമോ ഇല്ലയോ? തീർച്ചയായും പരാതി സർക്കാരിൻ്റെ മുമ്പാകെ നൽകിയാൽ ഉചിതമായിട്ടുള്ള അന്വേഷണം നടത്തും. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് വിജിലൻസിനടക്കം ചിലർ പരാതി കൊടുത്തു എന്നാണ്. അപ്പോൾ ഫലപ്രദമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലൊരു സംശയവും വേണ്ട. ഇടതുപക്ഷ സർക്കാർ ശരിയുടെ ഭാഗത്താണ്, തെറ്റിൻ്റെ കൂടിയല്ല. അത് ഒരുപാട് അനുഭവം തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ ചർച്ചയിൽ തന്നെ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ. അപ്പോൾ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാർ ഈ പ്രശ്നത്തിൽ ന്യായമായിട്ടുള്ള നടപടി സ്വീകരിക്കും. സർക്കാർ ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ എന്തിനാണ് പിന്നെ നിങ്ങൾ വിശ്വസിക്കാൻ മടിക്കുന്നത്? ഡോക്ടർ ജീവൻലാൽ, ഇത് വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും പ്രശ്നമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വൈകി ചെയ്തിട്ടുകൊണ്ട് ഒരു പ്രയോജനമില്ലാതായി പോകും. 2 ആഴ്ചയിലേറെക്കാലമായി കുട്ടികൾ സമരമുഖത്താണ്. അവരുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കാലവിളംബം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെ ഭാവിയെ വല്ലാണ്ട് ബാധിക്കും. അത് നമുക്കിന്ന് ഒരു തീരുമാനം എടുക്കാമായിരുന്നു. ഇന്ന് തീരുമാനമെടുക്കാതെ നമ്മൾ ഈ സഭ പിരിയേണ്ടി വരുന്നൊരു സാഹചര്യം വളരെ ദുഃഖകരമാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു ഇന്ന് സിൻഡിക്കേറ്റ്. എന്തായിരിക്കും സർക്കാരിന്റെ നടപടി ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കാം. വളരെയധികം ശ്രീ എം വി ജയരാജൻ, ശ്രീ കെ ശബരിനാഥൻ MLA, ഡോക്ടർ എം ജീവൻലാൽ, വി മനുപ്രസാദ്, ശ്രീ RS ശശികുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി MET മൂസ കാണാം. ഗുഡ് ബൈ.